സ്പെയിൻകാരുടെ ഒരു ട്രഡീഷണൽ വിഭവമാണ് കേട്ടോ ഈ സീ ഫുഡ് പായ. അതങ്ങനെ തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. എനിക്കേതായാലും ഇതിനെ സമുദ്രച്ചോറ് എന്ന് വിളിക്കാനാണ് തോന്നിയത്. ഞണ്ട്, ചെമ്മീൻ, കൂന്തൾ, കക്ക, നമുക്ക് ഇഷ്ടമുള്ള സീ ഫുഡ് ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ് കേട്ടോ. റെസിപ്പി ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, സേവ് ചെയ്ത് വെച്ചോളി, ഉണ്ടാക്കി നോക്കിക്കോളി, നല്ല രസമുണ്ട്. അപ്പോൾ ഇനി സ്പെയിനിൻ്റെ ഫുട്ബോൾ വിശേഷങ്ങൾ നോക്കാം. ലോക ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ പാസിംഗ് ഗെയിമിൻ്റെ ഉടമകളായ സ്പെയിൻ പഴയ തിളക്കവും പുതിയ ഊർജ്ജവും ചേർത്ത് വീണ്ടും ലോകകപ്പ് സ്വപ്നം പിന്തുടരുകയാണ്. യുവതാരങ്ങളും പരിചയസമ്പന്നരായ കളിക്കാരും ചേർന്നുള്ള സംഘമാണ് ഇവരുടെ പ്രധാന ശക്തി. പന്ത് കൈവശം വെച്ച് കളിക്കാരെ നിയന്ത്രിക്കുന്ന ശൈലി കൊണ്ട് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ സ്പെയിനിന് സാധിക്കാറുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കേപ്പ് വെർഡിനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങിയെങ്കിലും രണ്ടാം മത്സരത്തിൽ സൗദി അറേബ്യക്കെതിരെ 4 ഗോളുകളുടെ മിന്നുന്ന വിജയം സ്വന്തമാക്കി അവർ ശക്തമായ തിരിച്ചുവരവ് നടത്തി. പരിക്കിൽ നിന്ന് തിരിച്ചെത്തി വെറും 10 മിനിറ്റിനുള്ളിൽ ചരിത്രം കുറിച്ച ലാമിൻ യമാലും ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ മിക്കൽ ഒയാസബാലുമാണ് ലാറോഹയ്ക്ക് ആധികാരികമായ 4-0 എന്ന വിജയം സമ്മാനിച്ചത്. മിഡ്ഫീൽഡിലെ കൃത്യതയും മുന്നേറ്റ നിരയിലെ വേഗതയും ചേർന്നപ്പോൾ സ്പെയിൻ വീണ്ടും കിരീട സാധ്യതയുള്ള ടീമുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഇനി സ്പെയിനിന്റെ ശ്രദ്ധ ഉറുഗ്വേക്കെതിരെയുള്ള നാളത്തെ മത്സരത്തിലേക്കാണ്. എന്നാൽ അത്ര എളുപ്പത്തിൽ കീഴടങ്ങുന്നവരല്ല ഉറുഗ്വേ. അവരുടെ കടുത്ത ശാരീരിക ക്ഷമതയും വശങ്ങളിൽ നിന്നുള്ള വേഗതയേറിയ മുന്നേറ്റങ്ങളും സ്പാനിഷ് പ്രതിരോധ കോട്ടയ്ക്ക് കടുത്ത പരീക്ഷണമായിരിക്കും. ഒരു മിന്നൽ പ്രത്യാക്രമണത്തിലൂടെ കളി തീർക്കാൻ ശേഷിയുള്ള പ്രതിഭകൾ ലാറ്റിൻ അമേരിക്കൻ നിരയിലുണ്ട്. ഗ്രൂപ്പിലെ 1ാം സ്ഥാനം ഉറപ്പിക്കുന്നതിൽ നിർണായക മത്സരമാവും ഇത്. യുവത്വത്തിന്റെ ചോരത്തിളപ്പും അനുഭവസമ്പത്തിന്റെ കരുത്തുമായി സ്പെയിൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അടുത്ത റൗണ്ടിലേക്ക് മാർച്ച് ചെയ്യുമോ, അതോ ലാറ്റിൻ അമേരിക്കൻ കരുത്തുമായി ഉറുഗ്വേ അവരെ അട്ടിമറിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.